ശ്രീ ബിനോയ് വിശ്വം, ഈ കത്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നല്ലോ നിങ്ങൾ ആത്യന്തികമായി ആവശ്യപ്പെട്ടുവരുന്നത്. ആ യോഗം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. അതിനായി ഒരു സമിതി രൂപീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ കത്ത് പോകുന്നുണ്ടായിരുന്നില്ല. കത്ത് ഇതുവരെ പോയിട്ടില്ല എന്നുള്ള വാർത്തകൾ പല ദിവസങ്ങളായി മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അവസാനം ഇന്നലെയാണ് ആ കത്ത് പോയത്. അത് വൈകിപ്പിച്ചു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവസാനം ആ കത്ത് കൊടുത്ത ശേഷമുള്ള പ്രതികരണമാണ്. അതിലൊരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? അതോടൊപ്പം SSK ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനായിരിക്കില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ കുറ്റപ്പെടുത്തലല്ലേ? പ്രത്യേകിച്ച് അങ്ങയെ കുറ്റപ്പെടുത്തലല്ലേ? അല്ല, നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ ഈ കത്തിൻ്റെ താമസത്തെ ഒരു വലിയ വിഷയമാക്കി മാറ്റിയിട്ടില്ല ഞങ്ങൾ. ഇന്നലെ രാവിലെ കേസരി ഹാളിലെ ഒരു പത്രപ്രവർത്തക യൂണിയൻ്റെ മീറ്റ് ദി പ്രസ്സിൽ ഈ ചോദ്യമുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ തീരുമാനം LDFൻ്റെ ഗവൺമെൻറ് തീരുമാനമാണ്, ക്യാബിനറ്റ് തീരുമാനമാണ്, CPI CPM ധാരണയാണ്, അത് അക്ഷരം പ്രതിപാലിക്കപ്പെടും എന്നുറപ്പാണ് CPIക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അത് കത്ത് കൊടുക്കാതിരിക്കുന്ന പ്രശ്നമില്ല. അഥവാ കൊടുത്തില്ലെങ്കിൽ അപ്പോൾ കാണാം എന്ന് ഞാൻ പറഞ്ഞത്. ആ കത്ത് കൊടുക്കപ്പെടും, കത്ത് കൊടുക്കും എന്ന നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ്. അത്രയും ഉറപ്പാണ് CPIക്ക് CPI CPM ബന്ധങ്ങളെപ്പറ്റി. അത്രയും ഉറപ്പുണ്ട് CPIക്ക് CPI CPM രാഷ്ട്രീയത്തെപ്പറ്റി. അത്രയും വ്യക്തതയുണ്ട് CPIക്ക് CPMനും PMC വിഷയത്തിൽ ഈ ശരിയായ നിലപാടിലേക്ക് പോകാൻ പറ്റൂ എന്ന കാര്യത്തിൽ. അത്രയും ഉറപ്പാണ് CPIക്ക് LDF രാഷ്ട്രീയത്തിൻ്റെ പുരോഗതിയെപ്പറ്റിയും വിജയത്തെപ്പറ്റിയും. ആ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട വേളയിൽ എനിക്കറിയില്ല എന്തിനാണ് ഒരടഞ്ഞ അധ്യായം വീണ്ടും തുറക്കാൻ ശിവൻകുട്ടിയെപ്പോലെ ഒരാൾ ശ്രമിച്ചത്. എനിക്കറിയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയെ പറ്റി ഞാൻ പറയാം. PMCയും സമഗ്ര ശിക്ഷ കേരള ഫണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് BJP സർക്കാരിൻ്റെ ആവശ്യമാണ്. വാസ്തവത്തിൽ രണ്ടും രണ്ടാണ്. PMC വേറെ ഒന്നാണ്. PMC NEPയെ ഷോക്കേസാക്കാൻ വേണ്ടിയാണെന്ന് BJP ഗവൺമെൻറ് പട്ടാക്കമേ പറഞ്ഞിട്ടുണ്ട്. ആ MOUവിലും അത് വായിക്കാൻ കഴിയും. NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു PMC പദ്ധതി ഒരു ഭാഗത്ത്, അതുപോലെ തന്നെയാണ് SSK മറൊരു ഭാഗത്ത്. ഈ SSKയും PMCയും ഒന്നല്ല, രണ്ടാണ്. ഇവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉള്ള രാജ്യമാണത്. വിദ്യാഭ്യാസം അവകാശമാണ് ജനങ്ങളുടെ. അത് പ്രഖ്യാപിച്ച നിയമമുള്ള ഈ രാജ്യത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് നടപ്പിലാക്കപ്പെട്ട ഒന്നാണ് ഈ SSK എന്നാണ് എൻ്റെ ബോധ്യം. ആ SSKയുടെ ഫണ്ടുകൾ ഒരു മന്ത്രിയുടെയോ കേന്ദ്രത്തിലെ ഏതൊരു നേതാവിൻ്റെയോ തറവാട്ടുവകയല്ല. അത് ധർമ്മേന്ദ്ര പ്രധാൻ്റെയോ നരേന്ദ്രമോദിയുടെ പോലുമോ വീട്ടുവകയല്ല. അതിൻ്റെ ഫണ്ട് രാജ്യത്തിൻ്റെ ഫണ്ടാണ്. ആ ഫണ്ട് കിട്ടേണ്ടത് കേരളത്തിൻ്റെ അവകാശമാണ്. നിലപാടായി പറയാം, പക്ഷേ പ്രായോഗികമായി ഇത് സംഭവിക്കുന്നില്ല ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ഫണ്ട് കിട്ടാത്തത് എത്ര തവണ നിങ്ങൾ ഒന്നിച്ച വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ PMC ഒപ്പിട്ടില്ലെങ്കിൽ SSK ഇല്ല എന്ന് BJP നേതാക്കൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ SSK കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ SSK ഫണ്ട് തീരെ കിട്ടാതിരുന്നാൽ CPIയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വരില്ലേ? അല്ലെങ്കിൽ CPI ഇതിൽ കുറ്റവാളികളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ലേ? അധ്യാപകർക്കടക്കം കൊടുക്കാനുള്ള ശമ്പളം അതൊക്കെ കുടിശ്ശികയാകുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം വരില്ലേ ശ്രീ ബിനോയ് വിശ്വം? SSK ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം വന്നാൽ, BJP ഗവൺമെൻറ് RSS ഗവൺമെൻറ് ആ ഫണ്ട് തരില്ലാത്ത അവസ്ഥ വന്നാൽ എന്തെല്ലാം ചെയ്യാമെന്ന് ചിന്തിക്കേണ്ട ബാധ്യത കേരള ഗവൺമെൻറ്റിനുണ്ട്. അത് കൂട്ടായ കടമയാണ്. ആ ശ്രമത്തിൽ രാഷ്ട്രീയമായൊരു പങ്കുണ്ട് കേരള ഗവൺമെൻറ്റിന്. ആ ഗവൺമെൻറ്റിന് ഒരു വഴിയുണ്ട്, നിയമത്തിൻ്റെ വഴി. ആ വഴിയെ പോകാൻ കഴിയണം LDF ഗവൺമെൻറ്റിന്. തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ചെയ്ത കാര്യം തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ പലതുകൊണ്ടും ഒരു ബന്ധുവായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റാണ് ആ DMK ഗവൺമെൻറ് തമിഴ്നാട്ടിലെ. ആ ഗവൺമെൻറ് നിയമത്തിൻ്റെ വഴിയെ പോയി ആ യുദ്ധത്തിൽ ഒരു പടവ് ജയിച്ചു. ആ ഗവൺമെൻറ് ചിലപ്പോൾ ഇനിയും ജയിക്കാൻ സമ്മതിക്കില്ലായിരിക്കാം കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം തരാത്ത കാര്യം പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ കൈ പിടിച്ച് തിരിച്ചാൽ അതിനു മുമ്പിൽ കാമായെന്ന് മിണ്ടാതെ മുട്ടുകുത്തുകയല്ല നമ്മുടെ നിലപാടെന്ന് പലവട്ടം വ്യക്തമാക്കിയ ഗവൺമെൻറ് LDF ഗവൺമെൻറ്. കേന്ദ്രം ഇതിലല്ല, പലപ്പോഴും വിവേചനം കാണിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചുരൽമല വിഷയത്തിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞ പണം തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്. നരേന്ദ്രമോദി അവിടെ വന്നിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് ആരും മറന്നിട്ടില്ല. ഒറ്റ പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ.
ഒരുപക്ഷേ ശ്രീ ബിനോയ് വിശ്വം, ഇത് തിരഞ്ഞെടുപ്പ് സാഹചര്യം അങ്ങ് പറയുന്ന തിരഞ്ഞെടുപ്പ് സാഹചര്യം തന്നെ ആയിരിക്കാം CPM-ന്റെയും വിഷയം. തിരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. ഈ സമയത്ത് കൊടുക്കാനുള്ള പണമൊക്കെ കൊടുത്തു തീർത്ത് ജനങ്ങളുടെ വോട്ട് നേടുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. ജനങ്ങൾ അതൃപ്തരാണെങ്കിൽ വോട്ട് കിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ അതിൽ പ്രായോഗികമായ സമീപനം CPM കൈക്കൊള്ളുകയാണ് എന്നാണ് അവരുടെ വാദമെങ്കിൽ CPM-നെ ഞാൻ കാണുന്നത് നല്ല രാഷ്ട്രീയ ബോധമുള്ള, നല്ല ആശയവ്യക്തതയുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ്. CPIക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള സഹോദര പാർട്ടിയായിട്ടാണ് ഞങ്ങൾ CPIക്കാർ CPM-നെ കാണുന്നത്. ആ പാർട്ടിക്ക് രാഷ്ട്രീയമുണ്ട്, ആ പാർട്ടിക്ക് ആശയങ്ങളുണ്ട്, ആ പാർട്ടിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കാൻ കെൽപ്പുണ്ട്. ആ ഗവൺമെൻറ്റിന്, ആ പാർട്ടിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്, രാഷ്ട്രീയ ഇച്ഛയുണ്ട്. അതുപോലൊരു പാർട്ടിയെ സ്മൃതിക്ക് വേണമെങ്കിൽ ചെറുതായി കാണാം. യു ക്യാൻ അണ്ടർ എസ്റ്റിമേറ്റ് ദാറ്റ് പാർട്ടി. എനിക്ക് ആ പാർട്ടിയെ അത്രയും നിസ്സാരമായി കാണാൻ കഴിയില്ല. ആ പാർട്ടിക്ക് മഹത്തായ രാഷ്ട്രീയ ബോധമുണ്ട്, ആ പാർട്ടിക്ക് വ്യക്തതയുണ്ട്. ആ പാർട്ടിയെ നിങ്ങളാരെങ്കിലും ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയമില്ലാത്ത ഏതാനും കോടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊരു പാർട്ടിയായിട്ട് ചിത്രീകരിക്കാൻ മോഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം. അതിൻ്റെ കൂടെ പങ്കാളിയാകാൻ CPI ഇല്ല.